നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാസർഗോഡ് പൈവള്ളികളിൽ 3 ആഴ്ച മുമ്പ് ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതാകുന്നു. ഇപ്പോ ആ കുട്ടിയെയും 42-കാരനായ ഒരു യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കുടുംബം പോലീസിന് പരാതി നൽകിയത് 3 ആഴ്ച മുമ്പ്. പക്ഷേ ഇവരെ കണ്ടെത്തുന്നത്, അതും വീട്ടുവളപ്പിൽ വെച്ച് കണ്ടെത്തുന്നത് ഇന്നാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ മകളെ കണ്ടെത്താൻ പോലീസിന് എന്തായിരുന്നു ഇത്ര മടി? മാതാപിതാക്കൾ പരാതി നൽകിയിട്ടും പോലീസ് മടിച്ചു നിന്നത് എന്തിനാണ്? ഇതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോ പുറത്തു വന്നത്. എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചത്? ശരിക്കും പറഞ്ഞ പോലീസ് ഇതൊരു പ്രയോറിറ്റി കൊടുത്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം അയൽവാസിയും 42-കാരനായ അയൽവാസിയും 15-കാരിയും ഇവരുടെ ഒരു ലിസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നില്ലെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. വീടിന് 200 മീറ്റർ ദൂരത്ത് നിന്നാണ് ഇവരെ ഇന്ന് ഒരു 11 കാലോടെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. അത് 3 ടീമായിട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത്. 3 ടീമായിട്ട് മാത്രമല്ല, പരിശോധന നടത്തി. കൂടാതെ നാട്ടുകാരടക്കം പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊരു സാധാരണ ഒളിച്ചോട്ടമാണ്, ഇരുവരും മുംബൈയിലേക്ക് കടന്നു എന്നൊക്കെ തരത്തിലൊക്കെയാണ് ഒരു കഥകളൊക്കെ അവിടെ പരന്നിരുന്നത്. പല വിചിത്രമായ കാര്യങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ടെന്ന് വേണം പറയാൻ വേണ്ടി. കാരണം ഈ ഒരു ആത്മഹത്യ നടന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഈ ദിവസങ്ങൾ പിന്നിട്ടിട്ടും മൃതദേഹം ജീർണിച്ചിരുന്നുവെങ്കിൽ പോലും ദുർഗന്ധം വമിച്ചിരുന്നില്ല. സമീപത്തൊക്കെ അയൽവാസികളൊക്കെ ഉണ്ട്, ഇവിടേക്കൊന്നും അന്വേഷണം എത്തിയിരുന്നില്ല. പക്ഷെ ദുർഗന്ധം വമിച്ചിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ പോലീസ് അത് കാരണം തന്നെ ഇവിടേക്ക് അന്വേഷണം എത്താനുള്ള ചാൻസ് വളരെ കുറവായിരുന്നു. കാരണം ഈ ഒരു സദാചാര പോലീസ് നടന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ കഴിയും നമുക്ക്. അതായത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, കാണാതായത് 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 42 വയസ്സുകാരനായിട്ടുള്ള ഒരാളുമാണ്. പക്ഷെ അങ്ങനെ സദാചാര പോലീസ് കളിക്കുമ്പോഴും അവിടെ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കുട്ടി 18 വയസ്സ് പോലും തികയാത്ത കുട്ടിയാണ്. ഒരുപക്ഷെ സദാചാരം കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ പോലീസ് കാര്യമായിട്ട് അന്വേഷിക്കാതിരിക്കാൻ, ഇപ്പം കുട്ടി മെച്ചോർഡ് ആയിരുന്നെങ്കിൽ നിയമപരമായിട്ടും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ പരാതി നൽകിയാലും ഒരു പേരിനൊരു അന്വേഷണം നടത്തി ആ ഒരു കേസ് ഒതുക്കി തീർക്കായിരുന്നു. പക്ഷെ കുട്ടിക്ക് 15 വയസ്സേ ഉള്ളൂ എന്നത് പോലും ഗൗരവത്തിലെടുക്കാത്ത പോലീസിന്റെ നടപടിയാണ് ഇവിടെ കണ്ടത്. അതേപോലെ തന്നെ ഈ മൃതദേഹത്തിന് സ്മെല്ലില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഒരു സംശയം വരും. ഏതൊരു മൃതദേഹം ആണെങ്കിലും ഒരു മരണം അധികം ആളുകളും അറിയുന്നത് ഈ സ്മെല്ല് വന്നിട്ടാണ്. വീട്ടിൽ നിന്നൊക്കെ സ്മെല്ല് വരുമ്പോഴാണ് പല കേസുകളും പുറത്തു വരുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്ന് വെച്ചാൽ, ഈ മൃതദേഹം കണ്ടത് ഈ വീടിന്റെ പരിസരത്തുള്ള ഒരു ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിനേക്കാൾ ഉപരി ഒരു കുന്നിൻ പ്രദേശമാണ്. ആ കുന്നിൻ പ്രദേശത്ത് ഈ ഗ്രൗണ്ടിലൊക്കെ ആളുകൾ കളിക്കാനൊക്കെ വരാറുണ്ട്. പക്ഷെ ഇവര് ഈ ഗ്രൗണ്ടിനോട് സമീപത്തായിട്ടുള്ള ഒരു കാട് പിടിച്ചൊരു മേഖലയിലാണ് ഈ 2 പേരെയും മൃതദേഹം കണ്ടെത്തിയത്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് പൊതുവെ ചൂട് കൂടുതലാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു വെയിലിന്റെ തീവ്രത കൊണ്ടായിരിക്കണം സ്മെല്ല് വരാത്തതെന്ന് തോന്നുന്നു. എന്തായാലും മൃതദേഹത്തിൽ നിന്ന് സ്മെല്ല് വരാത്തതാണ് കണ്ടെത്താൻ ബുദ്ധിമുട്ടായതെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം പോലീസ് നൽകിയിട്ടുള്ള ബൈറ്റില് ഒരു കാര്യം പറയുന്നുണ്ട്. തങ്ങള് പരാതി കിട്ടിയപ്പം പരിശോധിച്ചിരുന്നു. 2-3 സംഘമായിട്ടും 2-3 തവണയും പരിശോധിച്ചു, ഡ്രോൺ വെച്ച് പരിശോധിച്ചു. പക്ഷേ ഡീറ്റെയിൽ ആയിട്ടൊരു പരിശോധന നടത്താൻ അന്ന് ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല. നിസാരമായിട്ട് പറഞ്ഞൊരു വാക്കാണ്. പക്ഷെ കാണാതായത് 2 മനുഷ്യരെയാണ്. അതിൽ കൃത്യമായിട്ടുള്ള പരാതിയൊക്കെ ലഭിച്ചിട്ട് പോലും പോലീസ് ഇങ്ങനെ നിസാരമായിട്ട് ആ ഒരു വിഷയത്തെ എടുത്തു എന്നതാണ് ഇപ്പോ ഈ മൃതദേഹം കിട്ടിയതിനു ശേഷവും തങ്ങൾക്ക് അത് അന്വേഷണം കൃത്യമായിട്ട് നടത്താൻ പറ്റിയില്ല എന്ന് പോലീസ് പറയുന്നതിൽ വ്യക്തമാകുന്നത്. അതെ, അതായത് ഈ ഫെബ്രുവരി 12-ാം തീയതി മുതലായിരുന്നു ഈ പെൺകുട്ടിയെ കാണാനായിട്ട്. അപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ഇളയ സഹോദരിക്കൊപ്പമാണ് ഉറങ്ങാൻ കിടന്നത്. അതിനുശേഷം പുലർച്ചെ ഒരു 3:30 മണിയോടെ പെൺകുട്ടിയെ കാണാനില്ല എന്ന്, അതായത് ഇളയ സഹോദരി വന്ന് പറയാണ് കൂടെ കിടന്ന ചേച്ചിയെ കാണാനില്ല എന്ന് പറയുന്നു. കുടുംബം അന്വേഷണം ആരംഭിക്കുന്നു. ഈ അന്വേഷിക്കുമ്പോൾ വീടിന് പിറകിലത്തെ ഡോറ് തുറന്നാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. പോകുമ്പോൾ തന്നെ ഈ മൊബൈൽ ഫോണും ആ സമയം ധരിച്ചിരുന്ന വസ്ത്രവും ആ സമയം ഈ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ചെരുപ്പും മാത്രമാണ് കാണാതായത്. മറ്റ് പൈസ പോവുകയോ മറ്റൊരു തരത്തിലും അങ്ങനെ പോവുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ഇത് ഇങ്ങനെ ഒന്നും നഷ്ടപ്പെട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇപ്പം വീട്ടുകാർക്ക് ഒരു ടെൻഷൻ ഉണ്ടാകും. കാരണം വെച്ചാൽ കുട്ടിയെ ഒരാള് തട്ടിക്കൊണ്ടുപോയതായിരിക്കും. അല്ലെങ്കിൽ പറഞ്ഞ് ഒന്നാമത്തെ കാര്യം, ചെറിയൊരു കുട്ടിയാണ്, ചിന്തിക്കാനൊക്കെ ആ ഒരു രീതിയിലൊന്നും ചിന്തിക്കേണ്ട. കുടുംബം പരാതി കൊടുക്കുമ്പോ തന്നെ പറഞ്ഞിരുന്നു, ഈ 42-കാരൻ കുട്ടിയെ അതിർത്തി കടത്തി കൊണ്ടുപോയതാണെന്ന് സംശയമുണ്ടെന്നൊക്കെ ഒരു ഒളിച്ചോട്ടമല്ല എന്നത് അവിടെ തീർച്ചയായും വ്യക്തമാണ്. എന്നിട്ടും പോലീസ് അതിനെ നിസാരവൽക്കരിച്ചു എന്നതാണ് ഇവിടെ അത്ഭുതപ്പെടുത്തുന്നത്. ഇയാളൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അപ്പൊ കുടുംബമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അപ്പോ
പെട്ടെന്നൊരു ദിവസം ഇയാളെയും ആ നാട്ടിൽ നിന്ന് കാണാതാകുമ്പോൾ ഇവരിത് രണ്ടുപേരും കൂടിയാണ് ഒളിച്ചോടി പോയത്. അപ്പൊ ഇവർ തമ്മിൽ വേറെ മറ്റു പല ബന്ധങ്ങളുമുണ്ട്, ഇവര് നാട് കടന്നു എന്നൊക്കെ രീതിയിലൊക്കെയാണ് അവിടെ കഥകൾ പറയുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു കാര്യമായ ഒരു അന്വേഷണത്തിലേക്ക് ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ ആ സമീപത്ത് തന്നെ ഇവർക്ക് അധിക ദൂരം പോകാനുള്ള സമയം കിട്ടിയിരിക്കില്ല. നാട്ടുകാരൊക്കെ അറിയുന്നു, വീടുകളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞൊക്കെ ഒരു കാട് ഏരിയ ആണ്. അപ്പൊ അവിടേക്ക് ഒരു അന്വേഷണം ഡീറ്റെയിൽ ആയിട്ട് നടത്തണം. അങ്ങനെ രീതിയിലൊന്നും പോലീസ് മെനക്കെട്ടില്ലെന്ന് വേണം നമുക്ക് പറയാൻ. പോലീസ് മെനക്കെട്ടില്ല എന്ന് പറയുമ്പോ 2 ദിവസം മുമ്പാണ് താമരശ്ശേരിയിലെ 2 കുട്ടികളെ താനൂരിൽ നിന്ന് കാണാതാകുന്നത്. അപ്പം അല്ല, താനൂരിലെ 2 കുട്ടികളെ കാണാതാകുന്നത്. അവരെ 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചെത്തിച്ച പോലീസ് തന്നെയാണ്. മറുവശത്ത് ഇത്തരത്തില് ഒരു ഇരട്ടത്താപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ ഏതൊരു കേസിനെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനും തെളിയിക്കാനുള്ള ഒരു സംവിധാനം കേരള പോലീസിനുണ്ട്. കേരള പോലീസ് നമ്പർ 1 എന്നൊക്കെ പറയാനുള്ള സിസ്റ്റം ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അതിനെ പോലീസുകാരെടുക്കുന്ന ഒരു രീതിയാണ്, അത് ഉപയോഗിക്കുന്നതിനും ജോലി മാത്രമായിട്ട് പോലീസ് ആ ഒരു സംവിധാനത്തെ കാണുന്നവരും ഇത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് കാണുന്നവരും രണ്ടാണെന്ന് വെളിപ്പെടുത്തുന്നതാണ് ഈ 2 കേസ്. അപ്പം കാണാതായത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് ഈ പോലീസ് ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അതെ, ഈ കുടുംബം കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഒക്കെ ഫയൽ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ കുടുംബം എന്തായിരുന്നാലും കുട്ടിയെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഇരിക്കുകയായിരുന്നു. ഇന്ന് ഒരു 11 കാലോടെ ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ, അതായത് സമീപത്ത് തന്നെ മൊബൈൽ ഫോണൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ കാണാതാകുമ്പോൾ ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. ഇത് കാരണം ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലൊക്കെ കുറച്ച് വീഴ്ചകളൊക്കെ വന്നിരുന്നു. സമീപത്ത് തന്നെ ഒരു കത്തി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കത്തി എന്തിനു ഉപയോഗിച്ചു എന്നൊക്കെയുള്ള പല സംശയങ്ങളുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും തൂങ്ങി മരിച്ചതൊരു കയറിലാണ്. ചിലപ്പം ആ കയറ് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ച കത്തിയാകാം ഇതെന്നൊക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവരെ ഒന്നുകിൽ പുറത്തു നിന്നുള്ള ആരുടെയെങ്കിലും ഒരു ഇടപെടൽ ഇതിലുണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ഇവര് എന്തെങ്കിലും ഒരു വിഷയം കാരണം ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയത് തന്നെയാവണം. കാരണം ഈ ഇത്തരം സൂചനകളിൽ നിന്ന് നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഡോഗ് സ്ക്വാഡും ഈ പറഞ്ഞ പോലീസും നാട്ടുകാരും ഒക്കെ അവിടങ്ങളിലൊക്കെ പരിശോധിച്ചിട്ടും ദിവസങ്ങളോളമാണ് തെരച്ചിൽ നടത്തിയത്. എന്നിട്ട് പോലും അത് പോരാനായിട്ട് 100-ലേറെ പേരെ ചോദ്യം ചെയ്തു. എന്നിട്ട് പോലും ഒരു തുമ്പും ഈ അന്വേഷണം നടത്തുന്നവർക്ക് ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പൊ ഇതിലൊക്കെ നാട്ടുകാർക്ക് ഭയങ്കര പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പറയുമ്പോഴേ ഈ പോലീസുകാര് മറ്റേ താനൂരിലെ വിഷയത്തിലെ പെൺകുട്ടികളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് അവരൊരു CCTV ദൃശ്യങ്ങളാണല്ലോ എല്ലാത്തിനും തുടക്കം. അതേപോലെ തന്നെ ഈ കുട്ടിയെയും കാണാതാകുമ്പോൾ പോലീസിന് നിസാരമായി കണ്ടുവെത്താൻ സാധിക്കുന്ന ഒരു സാധനം CCTV ദൃശ്യമായിരുന്നു. അപ്പം അവിടെ നിന്ന് കുട്ടി പുറത്തേട്ട് പോയിട്ടില്ല എന്നതിന്റെ വ്യക്തമാകുന്നതാണ്. CCTV ദൃശ്യങ്ങളൊന്നും ഇവര് ഉണ്ടായിട്ടില്ല എന്നത്. അപ്പം ആ പ്രദേശത്ത് തന്നെ ഈ 2 പേരും ഉണ്ട് എന്നുള്ള ഒരു സൂചന ഒരുപക്ഷെ പോലീസിന് കിട്ടിയിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ ആയിരിക്കും കേസ് നിസാരവൽക്കരിച്ചതും. ഒരുപക്ഷെ ഈ പോലീസുകാര് ഇതൊരു ഒളിച്ചോട്ടാക്കി മാത്രം കണ്ടതുകൊണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിലും 18 വയസ്സ് പോലും ആവാത്തൊരു കുട്ടിയെ ആണ് ഒളിച്ചോടിയത് എന്നുള്ള ഒരു ഗൗരവമുള്ള ഒരു കാര്യമാണ് പോലീസ് ഇവിടുന്ന് നിസാരവൽക്കരിച്ചതെന്ന് പറയുന്നത്. മഞ്ചേശ്വരം MLA അടക്കം കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയിരുന്നു ഈ അന്വേഷണ സംഘത്തെ. അതായത് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാരണം അന്വേഷണം തൃപ്തികരമല്ലെന്നാണ് ഈ നാട്ടുകാരടക്കം പ്രതികരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഇതൊക്കെ ഒരു മാധ്യമങ്ങൾ കവർ ചെയ്തു തുടങ്ങി. ഇത് നിരന്തരം ഇപ്പോഴും അന്വേഷണം ഇപ്പൊ തന്നെ ഈ ഒരു മൃതദേഹം കണ്ടെത്താൻ കാരണമായത് മാധ്യമങ്ങൾ 10-28 ദിവസത്തിന് ശേഷമാണ് മാധ്യമങ്ങൾ പോലും ശ്രദ്ധിക്കുന്നത്, അത് കാര്യമായിട്ട് കവർ ചെയ്യാൻ തുടങ്ങുന്നത്. മാധ്യമങ്ങൾ ഇടപെട്ടതോടുകൂടെ ഇനി അന്വേഷിച്ചില്ലെങ്കിൽ പണിയാകും എന്നുള്ളത് കൊണ്ട് മാത്രം പോലീസ് ഇടപെട്ടു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് വ്യക്തമാകുന്നത്. ലോക്കൽ അന്വേഷണത്തിൽ തൃപ്തികരമല്ലെന്നും പുതിയ അന്വേഷണ സംഘത്തെ വേണമെന്നും കുടുംബം കൂടെ ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ പെട്ടെന്നാണ് ഇന്ന് ഒരു ഇതുവരെ ഇല്ലാതിരുന്ന ഒരു അന്വേഷണം വരികയും ഈ പറഞ്ഞ രീതിയിൽ പെട്ടെന്ന് ഈ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിക്കുന്നു, ഇവര് വനത്തിനുള്ളിലുണ്ട് എന്നുള്ള ടവർ ലൊക്കേഷൻ സിഗ്നൽ ലഭിക്കുന്നു, പെട്ടെന്ന് തന്നെ പറയാണ് 2 പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കുട്ടീനെ കാണാതായ ഒരു ദിവസം അതായിരിക്കും ചിലപ്പം പോലീസിനെയും ഈ ഒരു വിഷയത്തിൽ വലിയ ഗൗരവമൊന്നും ഉണ്ടാക്കാതിരുന്നത്. കാണാതാകുന്നത് ഫെബ്രുവരി 12-നാണ്. നമുക്കറിയാം വാലന്റൈൻസ് ഡേ, കാമിതാക്കളുടെ ദിവസമാണ്. അപ്പം ഒരുപക്ഷെ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ ഇവര് പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടിരിക്കണം. ആ ഒരു ദിവസത്തിന്റെ ആഘോഷവും ഭാഗമൊക്കെ ആയിട്ടാണ് ഇവരെ 2 കാണാതായത് എന്നുള്ളത്. ഇപ്പൊ എന്ത് തന്നെയായിരുന്നാലും ഒരു 15 വയസ്സായ ഒരു പെൺകുട്ടിയുടെ അത് സ്വന്തം മകൾക്കാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അടങ്ങിയിരിക്കുമായിരുന്നു? തീർച്ചയായിട്ടും ഇല്ല. ഇനിയിപ്പോ എന്ത് തരത്തിലുള്ള കഥകൾ പറഞ്ഞാലും സ്വന്തം മകളെ അവരെങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കും. ആ മാതാപിതാക്കൾ തന്റെ മകളെ കാണാനില്ല, അയൽവാസിയെ കാണാനില്ല, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു പരാതി കൊടുക്കുകയാണ്. എന്നിട്ട് പോലും ആ ഒരു അന്വേഷണത്തിൽ വീഴ്ച വരുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു മരണത്തിന് അവർക്കും ഒരു പങ്കുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും.
ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അന്വേഷണം അവിടെ വന്നിരുന്നു എങ്കിൽ, ആ സമീപ പ്രദേശത്ത് തന്നെ നടത്തിയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവർ ജീവനോടെ തന്നെ കണ്ടെത്താമായിരുന്നു. എന്തായിരുന്നാലും ഇവർക്ക് വേണ്ടി തിരച്ചിൽ നടക്കുന്നു എന്ന് മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കാം ഇങ്ങനെ ഒരു കടുങ്കൈക്ക് അവർക്ക് മുതിർന്നിരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് മറ്റെന്തൊക്കെയോ തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒന്നിൽ പുറത്തു നിന്നുള്ള ആരുടെയെങ്കിലും മറ്റൊരു ഇടപെടൽ, അപ്പോ ഒന്നുകിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയാ, ഒരു അപായപ്പെടുത്തൽ അവിടെ നടന്നിരിക്കാം എന്നൊക്കെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും കൂടുതൽ വിവരങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ മനസ്സിലാവുള്ളൂ. എന്തായാലും ഇപ്പം ഈ 15-കാരിയെയും 42 വയസ്സുകാരനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച വന്നിട്ടുണ്ട് എന്നത് വ്യക്തമായിട്ടുണ്ട്. പോലീസ് അതിനുള്ള ന്യായീകരണങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുന്നതാണ് വിചാരിക്കുന്നത്. നമസ്കാരം.